ഇവിടെ ഒരു നാട്ടിലെ തലൈവറാണ് മരണപ്പെട്ടിട്ടുണ്ടാവും. അവിടെ നമ്മളെ ഹീറോയിൻ ഉണ്ടാവും, അതായിരിക്കും അവരുടെ മകള്. അങ്ങനെ ഇത്രയും നാൾ അയാളെ സേവിച്ചു, ഇനി ഇത് അയാൾ മകൾക്ക് സേവ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഉണ്ടായ ഒരുത്തനാണെങ്കിൽ വളരെ സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴിമാടത്തിലേക്ക് പെട്ടി വെക്കുമ്പോൾ അത് ചെരിഞ്ഞു വീഴാണ്. പെട്ടെന്ന് ഹീറോ അവിടത്തേക്ക് വന്ന് ഇതൊക്കെ റെഡിയാക്കാണ്. കാരണം അവനാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. ദിവസം അവനാണെങ്കിൽ ഇപ്പൊ അവിടെ ഇല്ല എല്ലാ കുഴിമാടവും കറക്റ്റ് ആക്കി എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് ഗ്രാമസഭ വിളിക്കാൻ വേണ്ടി കാത്തേക്കും. ഹീറോയിൻ ആണെങ്കിൽ അവിടത്തേക്ക് സാരി എടുത്ത് സുന്ദരിയായിട്ട് വരുന്നുണ്ടാവും. കണ്ണാടി ഊരാൻ നോക്കുന്ന സമയത്ത് കണ്ണാടി ഊരിയ അവൾക്കൊന്നും കാണൂല. അങ്ങനെ ഓരോരുത്തരും എന്തെങ്കിലും ചോദിക്കോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. ആരും മിണ്ടിയില്ലെങ്കിൽ നിനക്ക് എസ്കേപ്പ് ആവാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഉണ്ടായ അയാളാണെങ്കിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇവളെ അച്ഛനെ പറഞ്ഞു കൊടുത്ത ഓരോ ട്രിക്കൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ പറഞ്ഞ് രക്ഷപ്പെടാണ്. എന്നാലേ പെട്ടെന്ന് ഹീറോ ആണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ കുഴിമാട സ്ഥലത്താണ് അടക്കം ചെയ്യുക. അതിലാണെങ്കിൽ ഇനി വെറും 4 കുഴിമാടം മാത്രം ഒഴിക്കാൻ പറ്റൂ, ബാക്കിയുള്ളത് ഇനി എന്ത് ചെയ്യുന്നു ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 ദിവസം മരിച്ചവരെ അടക്കം ചെയ്യാനുള്ള സ്ഥലപ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുടെ അടുക്ക പോയി തലത്തിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആരും തന്നെ തന്നിട്ടുണ്ടാവില്ല. ലാസ്റ്റ് ഹീറോയുടെ സഹായത്തോടു കൂടി അടുത്ത് എത്ര ആളുകളൊക്കെ മരണപ്പെടും എന്നതിന്റെ കണക്കെടുക്കാൻ വേണ്ടി പോവാണ്. അതായത് വയസ്സായ ആൾക്കാരെ മാത്രം, അത് മാത്രമല്ല അസുഖം വന്നവർ. അങ്ങനെ അടുത്ത യോഗം വെക്കാണ്. അവിടെ ഹീറോയിൻ പറയാ കണക്ക് പ്രകാരം മരണപ്പെടുന്നത് 8 പേരായിരിക്കും. അവർ മരണപ്പെടാൻ എന്തായാലും 1-2 കൊല്ലം എടുക്കും. അതിനുവേണ്ടി ഇപ്പോഴേ തർക്കം ഉണ്ടാക്കണോ എന്ന് ചോദിച്ചിട്ട് അതിനൊരു തീർപ്പാക്കാം എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ഒരു ജമീന്ദാർ ആണെങ്കിൽ ഞാൻ ഇന്ന് മരിക്കാം അല്ലെങ്കിൽ നാളെ മരിക്കും, മരണമൊന്നും ആരെ കൊണ്ട് പറയാൻ പറ്റൂല, 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡിലോ ഞാൻ മരണപ്പെട്ട എന്നെ നിങ്ങൾ എന്താ ചെയ്യാ, പുറത്തു കൊണ്ടുപോയി അടക്കം ചെയ്യോ? അതൊന്നും പറ്റൂല, എനിക്ക് എന്റെ നാട്ടിൽ തന്നെ മരിക്കണം, ഇവിടെ തന്നെ എന്നെ അടക്കം ചെയ്യണം, എല്ലാവരെയും എവിടെയാണോ അടക്കം ചെയ്തത് അതേ ശ്മശാനത്തിൽ തന്നെ എന്നും പറഞ്ഞിട്ട് അയാൾ വഴക്കിടുമ്പോ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ മരിച്ചാൽ ഞങ്ങളെ പുറത്തു കൊണ്ടുപോയി അടക്കം ചെയ്യുക, അതൊന്നും പറ്റൂല, ഞങ്ങളെയും ഇവിടെ തന്നെ അടക്കം ചെയ്യണം, ഞങ്ങളുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് അവരും വഴക്കിടും. ഹീറോയിൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഇതിനൊരു വഴി കണ്ടുപിടിക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു യോഗത്തില് ഈ വഴക്കും ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ കൂടെ നിർത്തുക. വീണ്ടും ഹീറോയുടെ അടുത്തേക്ക് എന്നെ ഹെൽപ്പിന് വരാണ്. അങ്ങനെ ഹീറോ പറയാണ് എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണം, കാരണം ചെറുപ്പത്തിലെ നമ്മൾ ഒന്നിച്ചല്ലേ പഠിച്ചത്, നിനക്ക് ഞാൻ എക്സാം എഴുതിയിട്ട് നിന്നെ പാസ്സാക്കി തന്നിട്ടുണ്ട് എന്ന് പറയാണ്. അവളാണെങ്കിൽ അത് ഓർമ്മയില്ല, എന്നാലും എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുക. യഥാർത്ഥത്തിൽ ഹീറോയുടെ അമ്മയാണെങ്കിൽ മരണപ്പെട്ടാല് അമ്മയെ ഈ നാട്ടിൽ തന്നെ അടക്കം ചെയ്യുന്നു ചോദിക്കാണ്. അപ്പൊ ഹീറോയിൻ വളരെ സങ്കടത്തോടുകൂടി എല്ലാവരുടെ കൂടെ നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നോടാ എന്ന് ചോദിക്കാണ്. അപ്പൊ ഇവനാണെങ്കിൽ അവളുടെ അവസ്ഥ മനസ്സിലാക്കാണ്. പിറ്റേ ദിവസം ബാക്കിയുള്ള 4 ശവക്കുഴിയിലാണെങ്കിൽ ആരെ അടക്കും എന്നതിന്റെ ഷീറ്റ് എടുത്തിട്ട് ആളെ സെലക്ട് ചെയ്യുന്ന പരിപാടി നടക്കുകയാണ്. അങ്ങനെ നാട്ടിലെ പ്രമുഖനായിരിക്കും 4ാമത്തെ ഷീറ്റിൽ നമ്പർ വന്നിട്ടുണ്ടാകുക. എന്നാൽ ഹീറോക്ക് വേണ്ടിയിട്ട് ഹീറോന്റെ അമ്മയുടെ പേര് തന്നെ അവിടെ കൊടുക്കുകയാണ്. പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ ഉറങ്ങിയെങ്കിലും പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരൊക്കെ വീട്ടിന്റെ മുന്നിലുണ്ടാവും. കാരണം അതിലൊരുത്തന്റെ അച്ഛന്റെ ഷീറ്റിൽ വന്നുകൊണ്ട് തന്നെ അവനാണെങ്കിൽ വലിയൊരു പാർട്ടി നടത്തിയിട്ടുണ്ടാവും. അതിൽ കുടിച്ച് 4 ആൾക്കാർ സ്പോട്ടിൽ മരണപ്പെട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ ആ 4 അടക്കം ചെയ്യണല്ലോ. അങ്ങനെ ബാക്കിയുണ്ടായ 4 കുഴിയിലും അവരെ അടക്കം ചെയ്യാം. അപ്പോഴാണെങ്കിൽ ശ്മശാനം ഹൗസ്ഫുള്ളി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോ ഹീറോ ആണെങ്കിൽ അവന്റെ അമ്മയുടെ മുന്നിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ അവന്റെ അമ്മയാണെങ്കിൽ സാരിലടാ മരിച്ചാൽ എവിടെയായാലും അടക്കം ചെയ്താൽ മതിയില്ലേ എന്ന് പറയാണ്. എന്നാലേ അവനാണെങ്കിൽ ഹീറോക്കാണെങ്കിൽ അവന്റെ അമ്മയെ നാട്ടിൽ തന്നെ ഇതാക്കണം. സംഭവം എന്ന് വെച്ചാൽ ഇവന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു ശ്മശാനത്തിൽ തന്നെ. അതിനുവേണ്ടി ഒരു കല്ലും റെഡിയാക്കിയിട്ടുണ്ടാവും. അത് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ ആർക്കും ഡൗട്ട് അടിക്കൂലല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം, നീയും കൂടെ വാ എന്ന് പറഞ്ഞ് കാറിൽ കയറാൻ പറയാണ്. പെട്ടെന്ന് പേടിച്ചിട്ട് ആ ഒരു കല്ല് താഴെ വീണ് ചെറിയൊരു പീസ് പൊട്ടിപ്പോവാണ്. സൗണ്ട് കേട്ട് ആദ്യം ഹീറോയിന് ചെറിയൊരു ഡൗട്ട് അടിച്ചെങ്കിലും പിന്നീട് അത് വലിയ കാര്യമാക്കൂല. അങ്ങനെ 2-3 നാട്ടിൽ പോയി ചോദിക്കുന്ന സമയത്ത് ഒരാണെങ്കിൽ 1 ലക്ഷം രൂപ പണം ആയിട്ട് തരുന്ന പറയാണ്. ഒരു നാട്ടുകാരനാണെങ്കിൽ സ്ഥലം തരില്ല എന്ന് പറഞ്ഞിട്ട് അപമാനിച്ച് വിടുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് വീട്ടിലേക്ക് വന്ന സമയത്താണെങ്കിൽ നാട്ടുകാർ മൊത്തം വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇനി ആരും മരിച്ചാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവർ തമ്മത്തല്ലാക്കുമ്പോ അവളുള്ളിൽ പോയി കരയാണ്. അങ്ങനെ ഇനി എനിക്ക് ഈ പദവിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ അങ്ങനെ ചെയ്യല്ലടി, പരമ്പരയായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ജോലിയാണിത്, ഗ്രാമത്തെ നീ ഒഴിവാക്കിയ അച്ഛൻ നിന്നോട് പൊറുക്കില്ല എന്നൊക്കെ പറയാൻ അവളും ഹീറോനെയും കൂട്ടിയിട്ട് ശ്മശാനത്തിലേക്ക് പോവാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു കല്ലറ ബാക്കിയുണ്ടെന്ന് നോക്കുന്ന സമയത്ത് ഒന്നിലാണെങ്കിൽ ഹീറോ ആക്കി വെച്ച് ഡമ്മി കല്ല് കാണും. അതിൽ പേരില്ലല്ലോ, ഇത് ആരുടാ എന്ന് ചോദിക്കുന്ന സമയത്ത് പേരൊക്കെ ഉണ്ട്, അതൊക്കെ തനിയെ വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ഒരു വിധത്തിൽ സമാധാനപ്പെടുകയാണ്. അത് പഴയ കല്ലറയാണെന്ന് പറയുന്ന കേട്ടതും ഹീറോന് വലിയൊരു ബുദ്ധി തോന്നിയിട്ട് നാട്ടുകൂട്ടം വിളിച്ചു വരുത്തിയിട്ട് പറയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ആൾക്കാരുടെ അസ്ഥിയൊക്കെ എടുത്തതിന് ശേഷം അത് ഒന്നിച്ചടക്കാം, എന്നിട്ട് ഇനി മരിക്കാൻ പോകുന്നവർക്ക് ഇതായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എന്നും പറയാണ്. അങ്ങനെ ഇത് ചെയ്താൽ ഹീറോയുടെ അമ്മന്റെ സ്ഥലം പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പ്രേതം ഉള്ളതുപോലെ കാണിക്കാണ്. അങ്ങനെ ഒരുപാട് തന്ത്രിമാരൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, പൂർവികരുടെ ശാപം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു സംഭവം തന്നെ നിർത്തിവെക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ ശവങ്ങൾ കേടാവാതിരിക്കാൻ വേണ്ടി ഒരു വിദ്യ ചെയ്യാണ്. അതേസമയത്ത് ഹീറോയിന്റെ ഒരു ട്രിക്ക് പ്രകാരം നാട്ടു തലവരെ കൊണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത നാട് വാങ്ങിയിട്ട് ഇവർ സ്വന്താക്കാണ്. അപ്പോ അതും ഇവരുടെ നാടാവാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഹീറോന്റെ അമ്മേനെയും അവിടെ അടക്കം ചെയ്യാൻ നാട് സ്വന്താക്കിയോണ്ട് തന്നെ ഹീറോയുടെ അമ്മയുടെ ആശയപ്രകാരം
പ്രകാരം തന്നെ നാട്ടുകാരുടെ ആശയപ്രകാരം അവരുടെ നാട്ടിൽ തന്നെ അവരെ അടക്കുന്ന രീതിയിലാവാണ്. പിന്നീടാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ആ കൽപ്പട്ടിയിലുള്ളതുപോലെ ഇപ്പോൾ നാട്ടുതലവരുടെ വംശമാണെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് വാങ്ങിയിട്ടായിരിക്കും ഹീറോയിന്റെ അച്ഛനെ ആ നാട്ടുതലവറാക്കി. അതേടെ അവസാനത്തിലെ ഹീറോയിൻ തന്നെ തലവിയായി മാറാണ്. സമാധികൾ പൊടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെ വംശത്തിൽപ്പെട്ട കളർ അടിക്കാൻ പോവാണ്. അങ്ങനെ കളറടിച്ച് ലാസ്റ്റ് ഹീറോ അവന്റെ അമ്മയ്ക്ക് വെച്ച കല്ലിൽ മാത്രം ഒന്നും കളർ ഉണ്ടാവില്ല. അതിൽ അവനൊരു ബ്ലൂ കളർ അടിച്ച സമയത്ത് നാട്ടുകാരെല്ലാരും കൂടെ ഇത് ഇവരെ വംശത്തിലേ പെടുന്നതല്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പാക്കാണ്. അതേ സമയത്ത് ഹീറോയിൻ മനസ്സിലാവാണ് ഹീറോ അവന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത പണിയാണെന്ന്. അവനതൊക്കെ സമ്മതിക്കും ചെയ്യും. നാട്ടുകാർ കല്ല് വായിച്ചു നോക്കിയതിനു ശേഷം നാട്ടിലെ വലിയ പണക്കാരനായിട്ടുള്ള ഇദ്ദേഹമാണ് യഥാർത്ഥ നാട്ടു തലവർ ഹീറോയിന്റെ അച്ഛനെ ടെമ്പററി ആയിട്ട് കൊടുത്തതാണെന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോ ഇനി ഒരു പ്രശ്നവും വേണ്ട എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്തിട്ട് ഒളിച്ചിരിക്കുകയാണ്. താഴേക്ക് വീണിട്ട് എല്ലാരും കാണുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ തലയൊരു സ്ഥാനം ഒഴിയുകയും ചെയ്യാണ്. ഇവനെ നാട് കടത്തണം, ഇനി ഇവൻ ഈ നാട്ടിൽ പാടില്ല എന്നും തീരുമാനിക്കാം. പെട്ടെന്ന് അവന്റെ അമ്മ മരണപ്പെടുന്നത് കൊണ്ട് കിടക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടും